പഠിക്കാൻ പോകുന്നത് ഘർ പർ, ഛത് പർ, മേസ് പർ, കുർസി പർ എന്നൊക്കെ കേൾക്കാറില്ലേ നിങ്ങൾ ഹിന്ദി സംസാരിക്കുമ്പോൾ? അതിലുള്ള പർ എന്നതിന്റെ അർത്ഥമാണ്. പർ എന്നാൽ എന്താണ്? മുകളിൽ, മേൽ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അതായത് നമ്മളിപ്പോൾ മേശയുടെ മുകളിൽ ഒരു കാര്യം വെച്ചു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് മേസ് പർ എന്ന് പറയാം. കസേരയ്ക്ക് മുകളിൽ എന്നാണെങ്കിൽ കുർസി പർ എന്ന് പറയാം. ഇനി വീടിന്റെ ടെറസിന് മുകളിലാണെങ്കിലോ ഛത് പർ എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിയാലോ? മേശയ്ക്ക് മുകളിൽ പുസ്തകമുണ്ട് എന്നെങ്ങനെ നമ്മൾ ഹിന്ദിയിൽ പറയും? മേസ്. മേശയുടെ ഹിന്ദി ആയിട്ടുള്ള മേസ് ആദ്യം പറയണം. അതിനുശേഷം മുകളിൽ, മേശയുടെ മുകളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് മേസ് പർ എന്ന് ഉപയോഗിക്കാം. മേസ് പർ പുസ്തകമുണ്ട്, കിതാബ് ഹേ. മേസ് പർ കിതാബ് ഹേ, മേശയുടെ മുകളിൽ പുസ്തകമുണ്ട്. ഇനി നമുക്ക് ടെറസിന്റെ മുകളിൽ പോയാലോ എന്ന് എങ്ങനെ ചോദിക്കാം? ക്യാ ഹം ഛത് പർ ചലേ എന്ന് ചോദിക്കാം. ക്യാ ഹം, എന്താ നമുക്ക് ഛത് പർ ചലേ, ടെറസിന്റെ മുകളിൽ പോയാലോ എന്ന് ചോദിക്കാം. ഇനി നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. കസേരയ്ക്ക് മുകളിൽ ആരോ ഇരിക്കുന്നുണ്ട്. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാ? കുർസി പർ കോയി ബേഠാ ഹേ. കുർസി പർ കോയി ബേഠാ ഹേ. ഇനി കസേരയ്ക്ക് മുകളിൽ പൂച്ചയാണ് ഇരിക്കുന്നത്. ഇതെങ്ങനെയാ പറയാ? കുർസി പർ ബില്ലി ബേഠാ ഹേ. ബില്ലി ബേഠാ ഹേ. ബില്ലി എന്നാൽ പൂച്ചയുടെ ഹിന്ദിയാണ്. അപ്പൊ കുർസി പർ കസേരയ്ക്ക് മുകളിൽ, ബില്ലി ബേഠാ ഹേ പൂച്ച ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.